CPIM-ന് RSS ബന്ധമെന്ന കള്ളപ്രചാരണങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSS-നെ പ്രീണിപ്പിക്കേണ്ട കാര്യം CPIM-നില്ല. RSS ശാഖയ്ക്ക് കാവൽ നിന്നത് പരസ്യമായി പറഞ്ഞത് KPCC അധ്യക്ഷൻ K. സുധാകരനാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ADGP MR അജിത് കുമാറും RSS നേതാവും ചർച്ച നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് CPIM-ന് RSS ബന്ധമെന്ന വലതുപക്ഷ നേതാക്കളും വലതുപക്ഷ മാധ്യമങ്ങളും പ്രചാരണങ്ങൾ നടത്തിയത്. ഇത്തരം കള്ളപ്രചാരണങ്ങൾക്കെതിരെയാണ് മുഖ്യമന്ത്രി അക്കമിട്ട് വസ്തുതകൾ നിരത്തിയത്. RSS-നെ പ്രീണിപ്പിക്കേണ്ട കാര്യം CPIM-നില്ല. ആർക്കാണ് RSS-ഉമായി ബന്ധമുള്ളതെന്ന് കേരളത്തിലുള്ളവർക്കറിയാം. RSS ശാഖയ്ക്ക് കാവൽ നിന്നെന്ന് പരസ്യമായി പറഞ്ഞത് KPCC അധ്യക്ഷൻ K. സുധാകരനാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, സുധാകരൻ RSS ശാഖയ്ക്ക് കാവൽ നിന്നത് മലയാള മനോരമ മറന്നോ എന്നും ചോദിച്ചു. RSS ബന്ധം ആർക്കാണ് എന്ന് ഈ പറയുന്നവർക്കറിയില്ലേ? എന്തേ സൗകര്യപൂർവം അത് മറക്കുന്നത്? RSS ശാഖ സംരക്ഷിക്കുന്നതിന് ആളുകളെ വിട്ടു നൽകി എന്നല്ലേ ആര്? മലയാള മനോരമ എടുത്തു നോക്കണം. KPCCയുടെ പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത്. കോൺഗ്രസ് RSS ബന്ധത്തിന്റെ ചരിത്രവും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കോൺഗ്രസും RSS-ഉം തമ്മിൽ ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു? 1984-ൽ RSS-ന്റെ സർ സംഘചാലക് മധുകർ ദത്താത്രേയ ദിയോറസ്, അദ്ദേഹം എങ്ങനെയാണ് ആ പേര് പ്രസക്തമാകുന്നത്? അദ്ദേഹവുമായി രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പ് ധാരണയടക്കം ഉണ്ടാക്കിയില്ലേ? ഓർക്കാൻ കുറച്ച് വിഷമമുണ്ടല്ലേ? നിങ്ങൾക്ക് പറയാൻ തീരെ കഴിയില്ല. പക്ഷേ ചരിത്രത്തിന്റെ ഭാഗമായുള്ള കാര്യമല്ലേ അത്? ബാബറി മസ്ജിദ്, അവിടെ രാംലല്ല സംഘപരിവാറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആരാധനക്കായി തുറന്നു കൊടുക്കാൻ തീരുമാനമെടുത്തത് 1986-ൽ രാജീവ് ഗാന്ധിയല്ലേ? അതിനു മുൻപുണ്ടോ? രാജീവ് ഗാന്ധിയല്ലേ ആ നടപടി ആദ്യം സ്വീകരിച്ചത്? ആർക്കാണ് RSS-ഉമായുള്ള ബന്ധം? ആർക്കാണ് RSS-നോട് സോഫ്റ്റ് കോർണർ? വർഗീയ ശക്തികളോട് സന്ധിയില്ലാതെ CPIM പോരാടിയിട്ടുണ്ട്. ഒരു വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. CPIM-ന് RSS-ഉമായി ബന്ധമെന്ന് ആരും ആരോപിക്കേണ്ട. ആ വ്യാമോഹവും ആർക്കും വേണ്ട. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തികഞ്ഞ അവജ്ഞതയോടെ തള്ളിക്കളയുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.